بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന അതിൻ്റെ നിയമവശങ്ങളിൽ വളരെ പ്രഥമമായി, വളരെ അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം, മഖാരിജ്, ഉത്ഭവസ്ഥാനങ്ങൾ. അതോടൊപ്പം തന്നെ സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ സ്വരവിശേഷണങ്ങൾ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്, പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ്. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം, പ്രധാനപ്പെട്ട പോയിന്റ്സ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ വിഭാഗങ്ങൾ ഏതാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി നാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ വളരെ പ്രഥമമായിട്ട് തുടക്കത്തിൽ നാം സൂചിപ്പിച്ച ഒരു കാര്യമാണ് സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ സ്വരവിശേഷണങ്ങൾ രണ്ടെണ്ണമാണ്, രണ്ട് വിഭാഗമാണ്. അസ്സിഫാത്തുൽ ദാതിയ്യ വസ്സിഫാത്തുൽ അറദിയ്യ. ദാതിയ്യതായ സിഫത്തും അറദിയ്യതായ സിഫത്തും. ദാതിയ്യത്ത് എന്ന് പറഞ്ഞാൽ ആ അക്ഷരത്തിൽ അടിസ്ഥാനമായി എപ്പോഴും നിലനിൽക്കുന്നതായ സിഫത്തുകൾക്കാണ് ദാതിയ്യതായ സിഫത്ത് എന്ന് പറയാം. ആ സിഫത്തുകളാണ് ഇത്രയും സമയങ്ങളിലായി അല്ലെങ്കിൽ പലപ്പോഴായി നാം വിശദമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ദാതിയ്യതായ സിഫത്തുകളിൽ തന്നെ വിപരീതങ്ങളുള്ളവയും വിപരീതങ്ങളില്ലാത്തവയും എന്നൊക്കെ പറഞ്ഞ് പല സിഫാത്തുകളും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അസ്സിഫാത്തുൽ അറദിയ്യ, അറദിയ്യത്തായ സിഫത്തുകളെ കുറിച്ചാണ്. എന്താണ് അറദിയ്യത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഹിയല്ലത്തി ലം തകുൻ മുലാസിമതൻ ലിൽ ഹർഫി ഫീ കുല്ലി ഹാലിൻ. ഇമാം മർസഫി പറയുകയാണ്, എല്ലാ അവസ്ഥയിലും അക്ഷരത്തിൽ എപ്പോഴും ചേർന്ന് നിൽക്കുന്നതല്ലാത്ത സിഫത്ത്, അതാണ് അറദിയ്യത്ത്. ഫി കുല്ലി ഹാൽ, എല്ലാ സന്ദർഭത്തിലും ഒരക്ഷരത്തിൽ എപ്പോഴും സ്ഥിരപ്പെട്ട് കിടക്കുന്നതല്ലാത്ത, താൽക്കാലികമായി വന്നു ചേരുന്ന ചില സന്ദർഭങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾക്കനുസരിച്ച് അക്ഷരത്തിലേക്ക് ചേർന്ന് വരുന്നതായ സിഫത്ത്, ഇതിനാണ് എന്ത് പറയാ? അസ്സിഫാത്തുൽ അറദിയ്യ എന്ന് പറയാം. ബൽ താരിദു ലഹു ഫി ബഅദിൽ അഹ്വാൽ വതൻഫക്കു അൻഹു ഫിൽ ബഅദിൽ ആഖർ. ചില സന്ദർഭങ്ങളിൽ അതിലേക്ക് ചേർന്ന് വരുന്നതാണ്, പുതുതായി അതിലുണ്ടായിത്തീരുന്നു. മറ്റു ചില സന്ദർഭങ്ങളിൽ അതില്ലാതെ പോകുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ലിസബബിൻ മിനൽ അസ്ബാബ്, എന്തെങ്കിലും പ്രത്യേക കാരണമായിക്കൊണ്ട്, എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടാകുമ്പോൾ ചേർന്ന് വരുന്ന സിഫാത്തുകൾക്കാണ് അൽ അറദിയ്യ എന്ന് പറയാം. ഏതുപോലെ? കത്തഫ്ഖീം വത്തർഖീഖ്, തഫ്ഖീം തർഖീഖ് പോലെ. ഫഇന്ന തഫ്ഖീമ ഫിൽ അസ്ലി നാശിഉൻ അൻ ഹുറൂഫി അൽ ഇസ്തിഅലാ والترقيق ناشئ عن حروف الاستفال كما سيأتي بيان ذلك مفصلا في موضعه قريبا. ഇസ്തിഅലാഇന്റെ ഹർഫുകളിൽ ഉണ്ടായിത്തീരുന്ന, നാഷി ആയിത്തീരുന്ന, അവയിൽ പ്രത്യേകമായി വരുന്നതായ ഒരു സിഫത്താണ് തഫ്ഖീം. ഇസ്തിഅലാ അല്ല തഫ്ഖീം, അത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്തിഅലാ അല്ല തഫ്ഖീം.
ഇസ്തിഅലാ വേറെ, തഫ്ഖീം വേറെ. എന്താണ് തഫ്ഖീം? എങ്ങനെയാണ് തഫ്ഖീം? അത് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. തഫ്ഖീം എന്താണെന്നും അതിൻ്റെ കൈഫിയത്ത്, അതിൻ്റെ രൂപം, എങ്ങനെയാണ് അത് ഉച്ചരിക്കുമ്പോൾ ആ തഫ്ഖീം ഉണ്ടാക്കേണ്ടത്, അക്ഷരത്തിൽ തഫ്ഖീമിനെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്, അത് നമ്മൾ മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ് അതിൻ്റെ സന്ദർഭത്തിൽ. അപ്പോൾ ഇസ്തിഅല അല്ല തഫ്ഖീം, അത് നമ്മൾ അടിവരായിട്ട് അറിയാം. അതുപോലെ ഇസ്തിഫാൽ അല്ല തർക്കീഖ്. എന്നാൽ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളിൽ നാഷിയായ, പുതുതായി ഉണ്ടായിത്തീരുന്ന ഒരു സിഫത്താകുന്നു തർക്കീഖ്. ഇങ്ങനെ ഉള്ള സിഫത്തുകളാണ് അറദിയ്യത്ത്. وقد حصر العلماء هذه الصفات. പാരായണശാസ്ത്ര പണ്ഡിതന്മാർ ഈ സിഫത്തുകളെ നിജപ്പെടുത്തിയിരിക്കുന്നു, ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. ഫി 11 സിഫ, 11 സിഫത്തുകളായിക്കൊണ്ട്. വഹിയ التفخيم والترقيق والإظهار والإدغام والقلب يعني الإقلاب. ഖൽബ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാബാണ് ഉദ്ദേശിച്ചത്. ഖൽബ് എന്ന പ്രയോഗമാണ് അടിസ്ഥാന വ്യാകരണ നിയമത്തിലൊക്കെ പ്രയോഗിക്കുന്നത്. ഇഖ്ലാബ് എന്നാൽ ഖൽബ്, ഖൽബ് എന്ന് നഹ്വിലും പ്രയോഗിക്കും. ഇവിടെ ഇഖ്ലാബിനെയാണ് ഖൽബ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഖൽബ്, അതുപോലെ വൽ ഇഖ്ഫാ വൽ മദ് വത്തഖ്സീർ വത്തഹ്രീക് വസ്സുകൂൻ വസ്സക്ത്, ഇതിനൊക്കെയും സിഫാത്ത് അറദിയ്യത്തായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞത്? തഫ്ഖീം, തർഖീഖ്, ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ലാബ്, ഇഖ്ഫാ, അതുപോലെ മദ്, ഖസ്ർ, തഹ്രീക്, സുകൂൻ, സക്ത്. ഇവരൊക്കെയും സിഫാത്തുകൾ അറദിയ്യത്തായ സിഫത്തുകളായിക്കൊണ്ട് എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും. തജ്വീദിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഇഅ്താഉ കുല്ലി ഹർഫിൻ ഹഖ്ഖഹു വമുസ്തഹഖ്ഖഹു എന്ന്. എല്ലാ ഓരോ ഹർഫിനും അതിൻ്റെ ഹക്കും മുസ്തഹക്കും കൊടുക്കുക എന്ന്. ഹക്ക് മഖാരിജിൽ നിന്നുമുള്ള അതിൻ്റെ ശരിയായ ഉച്ചാരണവും, മുസ്തഹഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിഫാത്തുകളുമാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം അതിൽ ഉൾക്കൊണ്ടു. അഹ്കാമുകൾ എന്ന് നമ്മൾ പറയുന്ന അവയും മദ്, ഖസ്ർ, ഹുക്മ്, ഉന്നത്ത് നൽകലും, ഇൽഹാറും, ഇഖ്ഫാവും, ഇദ്ഗാമും എല്ലാം ആ മുസ്തഹഖ് എന്ന ഒറ്റ പദത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാ അക്ഷരത്തിനും അതിൻ്റെ, എല്ലാ ഹർഫിനും അതിൻ്റെ ഹക്കും മുസ്തഹക്കും കൊടുക്കലാണ് അടിസ്ഥാനമായി തജ്വീദ്, തജ്വീദിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ ഇവിടെ അതെല്ലാം അതിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. وقد نظمها غير واحد من الأفاضل الأعلام وإليك أسهلها وأخصرها للعلامة السمنودي. إظهار، إدغام، وقلب، وكذا إخفاء وتفخيم ورق أخذا، والمد والقصر مع التحرك، وأيضا السكون والسكت حكي എന്ന് സമനൂദി പറയുകയുണ്ടായി. ഇതൊക്കെയാണ് സിഫാത്ത് അറദിയ്യത്തായി നാം മനസ്സിലാക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് സനതകല്ലം അലാ ഹാദിഹി സിഫാത്ത് ഫിൽ അബ്വാബ് അല്ലതി നതഅറദു ലഹാ ഫീ ഹാദൽ കുതൈബ്. ഇൻഷാ അല്ലാഹ് ശേഷം ഈ സിഫാത്തുകൾ ഓരോന്നിനെ കുറിച്ചുമുള്ള വിശദമായ സംസാരം വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെയും വിശദമായി പഠിക്കാം. ബാറകല്ലാഹു ഫീക്കും.